ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചതിച്ചു. അതെ, ഈ വിഷയം വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. കാരണം ഹോർമൂസ് കടലിടുക്ക് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് സത്യത്തിൽ ഹോർമൂസ് കടലിടുക്ക്. അതിന്റെ അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അവിടെ നടക്കുന്ന ഏതൊരു നീക്കവും, അതിനു മേൽ വരുന്ന ഉപരോധമായിക്കോട്ടെ, കപ്പലുകളെ കടത്തിവിടാത്ത വിഷയങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ലോകത്തെ ആകെ ബാധിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രം തന്നെയാണ് ഹോർമൂസ്. ആ ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിലപേശലുകൾ മുഴുവൻ നടക്കുന്നത്. നമുക്കറിയാം, ഹോർമൂസ് അടക്കുന്നു തുറക്കുന്നു, അടക്കുന്നു തുറക്കുന്നു. ഇതിലിപ്പോ എപ്പോ സംഭവിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്, സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു നീക്കം നടക്കുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സമയം തന്നെ ഇറാൻ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലെബനനിൽ പൊട്ടിക്കുന്നുണ്ട്. ഇസ്രായേൽ തിരിച്ച് അടിക്കാൻ പോകുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വന്നു എന്നുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ 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 ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ലോകം മുഴുവൻ ഒരു വലിയ ആശങ്ക വരുന്നത്. അല്ല മച്ചാനെ, ട്രംപ് ഗൾഫ് രാജ്യങ്ങൾക്കിട്ട് ഒരു പണി കൊടുത്തോ? മൂപ്പർക്ക് കമന്ന് വീണാൽ കാൽപ്പണം എന്നുള്ളതാണ് നിലപാട്. അപ്പോ പണം വീഴുന്ന പെട്ടിയിൽ പണം വീഴുന്ന ഏതൊരു നടപടിയും, ഏതൊരു നീക്കവും ട്രംപ് അതിനെ അനുകൂലിക്കും. എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വരും, ബൈ ദ ബൈ, ഞാൻ എന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് എന്റെ കുറ്റമാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. ആ രീതിയിലേക്കാണ് ട്രംപിന്റെ കാര്യം. അപ്പോൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇറാൻ പുതിയൊരു നീക്കത്തിലേക്ക് പോവുകയാണ് എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പോകുന്ന നീക്കം ലോക രാജ്യങ്ങളെ ആകെ തന്നെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തുറന്നുവിടും, ആശങ്കയിലേക്കും ഒക്കെ തുറന്നുവിടും എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഈ നീക്കം? അതായത് ഈ ഹോർമൂസ് കടലിടുക്കുണ്ടല്ലോ, ഈ പ്രധാനപ്പെട്ട ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ എണ്ണ ടാങ്കറിനും ഒരു സുരക്ഷാ ടോൾ ഏർപ്പെടുത്തുകയാണ്. ഒരു സുരക്ഷാ ടോള് ഏർപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ഈ സുരക്ഷാ ടോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 5-10 ചില്ലറയാണെങ്കിൽ പോട്ടെ മച്ചാനെ എന്ന് പറഞ്ഞ അതല്ല. ഏർപ്പെടുത്തുന്നത് $20 ലക്ഷം. $20 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 16.5 കോടി രൂപ വരും. അപ്പോൾ ഓരോ എണ്ണ ടാങ്കർ കടന്നു പോകുന്നതിനും 16.5 കോടി രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ പറഞ്ഞു വെച്ചതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങളെയൊക്കെ മറികടക്കണം. അതായത് ഈ പറയുന്ന പ്രഖ്യാപനം വരാനിരിക്കുന്നു. ഇനി ഈ പറയുന്ന ഡോളർ കൈമാറ്റം ചെയ്യണമല്ലോ, ഈ തുക കൈമാറ്റം ചെയ്യണം. അപ്പോൾ അമേരിക്കയുടെ ഉപരോധം നിൽക്കുന്നത് കൊണ്ട് എങ്ങനെ ഈ ഡോളർ കൈമാറ്റം നടക്കും? അപ്പോൾ ഇറാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. എന്താണ് ആ വഴി? അതിന് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാവോ, ബീറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളിലൂടെയാണ് ഈ പണം സ്വീകരിക്കൂ എന്നുള്ളതാണ് കർശന നിലപാട്. ചൈനയുമായിട്ട് ബഡാ ദോസ്താണല്ലോ. ചൈനയുമായിട്ട് അങ്ങോട്ടുമുണ്ടൊരു പാലം, ഇങ്ങോട്ടുമുണ്ടൊരു പാലം, ഞങ്ങൾ രണ്ടുപേരും ഈ പാലത്തിലൂടെ നടക്കും എന്നുള്ളതാണ് ഇറാനും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുള്ള യുവാവോയിലും, ചൈനയുടെ കറൻസി ആയിട്ടുള്ള യുവാവോയിലോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, മറ്റു ക്രിപ്റ്റോ കറൻസികളൊക്കെ ആയിക്കോട്ടെ, അതുവഴി ഞങ്ങൾക്ക് പണം തന്നാൽ മതി. അപ്പൊ പിന്നെ അമേരിക്കയുടെ വിഷയം വരുന്നില്ലല്ലോ എന്നാണ് ഇറാൻ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അപ്പൊ ഈ വാർത്ത ഒന്നാകമാനം എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയും, ദൈവമേ, ഒരു ടാങ്കറിന് $20 ലക്ഷം എന്ന് പറഞ്ഞ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത തിരിച്ചടി വരുന്നു. അത് ഇറാന്റെ ഭാഗത്ത് നിന്നായിരുന്നില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ആകെ അങ്കലാപ്പിലാക്കി കഴിഞ്ഞത്. അപ്പോ ഈ കൊള്ളയെ ട്രംപ് വിശേഷിപ്പിച്ച രീതി, ആ രീതിയാണ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ച ഒരു വാക്കുണ്ട് ഇതിന്, കൂട്ടു സംരംഭം. നമ്മൾ പറയില്ലേ, അത് അവർ തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയാണ് എന്ന് പറയും. അപ്പോ ആരൊക്കെ തമ്മിലാണ്? ആ ഒരു വിഷയത്തിൽ ഇവരെല്ലാവരും ഒരു ചേർന്ന് പോകുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുമായുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലുള്ള ഒരു വിഷയത്തെ വരുമ്പോഴാണ് നമ്മൾ നാട്ടുഭാഷയൊക്കെ പറയുന്നത് അത് കൂട്ടുകൃഷിയാണ്, അത് കൂട്ടു സംരംഭമാണ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഓരോ എണ്ണ ടാങ്കറിനും $20 ലക്ഷം പറയുമ്പോൾ
അമേരിക്ക ഉപയോഗിച്ച വാക്ക് അത് കൂട്ടസംരംഭമാണ് എന്നുള്ളതാണ്. അപ്പൊ കൂട്ടസംരംഭം എന്ന് പറഞ്ഞപ്പോ ആകെ അടുത്ത ഒരു അങ്കലാപ്പ്. അല്ല, ഇത് അമേരിക്കയും ഇറാനും ചേർന്നുകൊണ്ടുള്ള കളിയാണ്. അത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഈ നീക്കത്തെ സത്യത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് അമേരിക്ക എതിർക്കുമെന്നുള്ളതാണ്. എന്നാൽ എതിർക്കുന്നതിന് പകരം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കി വെക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇറാനും ചേർന്ന് നടത്തുന്ന ഒരു കൂട്ട സംരംഭമായിട്ട് ഇതിനെ ഒരു സംരംഭമായിട്ട് ഇതിനെ കാണാമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ ഈ റിപ്പോർട്ടാണ് അമേരിക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ. അമേരിക്കയ്ക്കുള്ള ഓരോ അടിയും ഗൾഫ് രാജ്യങ്ങളുടെ മേല് വീണുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി അടിച്ച് തീർക്കവനെ എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുടെ മുമ്പിലേക്കാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നത്. കൂട്ടസംരംഭമാണ്, അത് ഞങ്ങളും അവനും തമ്മിലുള്ള കൂട്ടസംരംഭമാണ്. അപ്പൊ ഇത്രയും നാൾ നിന്നിട്ടുള്ള ഗൾഫ് മേഖല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ആരായി എന്നുള്ളതാണ്. ഇപ്പൊ കൈ കൊടുത്തോ? അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ നിലനിൽപ്പ് മാത്രമാണ് എന്നും നോക്കിയിട്ടുള്ളത്. ട്രംപ് വരുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു രാജ്യവും മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. എങ്കിൽ പോലും ഇവിടെ അമേരിക്കയുടെ മാത്രമല്ല ട്രംപിന്റെ ബിസിനസ് കൂടി മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ട്രംപിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നത്. ട്രംപ് ഈ കാര്യം പറഞ്ഞത് ABC ന്യൂസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഇത് ആരും കേൾക്കാതെ പാത്തുപോയിരുന്നു പറഞ്ഞതല്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഇത് കണ്ടുകൊണ്ടിരിക്കുക കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപ് കൂട്ടസംരംഭം എന്ന് പറയുമ്പോൾ ഇതുവരെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അടികൊണ്ട ഗൾഫ് രാജ്യങ്ങൾ ആരായി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെ പോകുമെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഇതെല്ലാം ആകെ വിഷയത്തെ വഷളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുമോ? അപ്പോൾ ഈ പറയുന്ന നിലപാട് സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം ആശങ്കയാണ്. അവരുടെ എണ്ണ കയറ്റുമതിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന ഇറാന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ ടോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ടോൾ എന്ന് പറയുന്ന കാര്യത്തിനാണ് അമേരിക്കയുടെ ഒരു പരോക്ഷ പിന്തുണ നൽകുന്നത്. അത് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത് വഞ്ചനയായിട്ട് തന്നെയാണ്. അത് വഞ്ചനയല്ലാതെ മറ്റെന്തായിട്ട് പിന്നെ കാണേണ്ടി വരുമെന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കും അവർ. നമ്മൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ചോദിക്കാൻ നമുക്ക് യാതൊരു വഴിയുമില്ല. കാരണം ഇതുവരെയും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഗൾഫ് മേഖലകളിൽ ഉള്ളതുകൊണ്ട് അവിടേക്കാണ് ഇറാൻ അമേരിക്കയെ ഡയറക്റ്റ് അടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടേക്കാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. അതിന്റെ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട്, കഴിഞ്ഞ 10-40 ദിവസമായിട്ട് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ നേരെ ആണ് ഈ ചോദ്യം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് അവർ വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് അത് അങ്ങനെയല്ല എന്ന് ന്യായീകരിക്കാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലൂടെയുള്ള കടലിടുക്കിലൂടെയുള്ള ഈ ഒരു ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആഗോള വിപണിയിൽ എണ്ണവില ഉയരും. അത് നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില ഉയരാനുള്ള കാര്യങ്ങളുമാവും. അപ്പോൾ ഇറാന്റെ IRGC പുറത്തുവിട്ട റേഡിയോ സന്ദേശപ്രകാരം അനുവാദമില്ലാതെയും ടോൾ ഇല്ലാതെയും കടലിടുക്കിലൂടെ പ്രവേശിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ച് തകർക്കുമെന്നാണ് പറയുന്നത്. അതിനവർക്ക് അവിടെ ഹൂതികളുണ്ട്. ഇറാൻ ഡയറക്റ്റ് ഇറങ്ങണമെന്നില്ല. ഹൂതികൾ എന്ന് നിലകൊണ്ടിട്ടുള്ളത് ഇറാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഓരോ ബാരൽ എണ്ണയ്ക്കും ഏകദേശം $1 എന്ന നിരക്കിലാണ് ടോൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കുന്ന വലിയ ടാങ്കറുകൾക്ക് ഇതോടെ ഓരോ യാത്രയ്ക്കും $20 ലക്ഷം അധികമായിട്ട് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുക. ഡോളറിനെ ആഗോള വിപണിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഇറാന്റെയും ചൈനയുടെയും നീക്കത്തിന് ട്രംപ് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള വിമർശനമൊക്കെ വരുന്നുണ്ട്. അതിനിടെ ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ ഒരു വിരാമം ഉണ്ടാകാനായിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ, ഗൾഫ് മേഖല പ്രത്യേകിച്ചും. അപ്പോൾ ട്രംപിന്റെ നീക്കം ഇനി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം.